ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി സോയ 65. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് സ്റ്റാർട്ടറാണിത്. ഇത് സോയ ചങ്ക്സ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ സോയ ചങ്ക്സ് ഞാൻ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് അടുപ്പെടുത്ത് നോക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് നല്ല തണുത്ത വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റുകയാണ്. കാരണം നമുക്കിത് നന്നായി പിഴിഞ്ഞെടുക്കണം. അപ്പം അതിനായിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഇതുപോലെ നന്നായി പിഴിഞ്ഞെടുക്കാം. അപ്പം അത് എല്ലാം ഞാൻ ഇതുപോലെ സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കശ്മീരി മുളക് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ലെമൺ ജ്യൂസ്, ഞാനൊരു ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സോയാ ചങ്ക്സ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പം അതും കൂടെ വേണം, നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപ്പിടാൻ. ഇതിലേക്ക് കോട്ടിങ്ങിനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അതുപോലെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, റൈസ് ഫ്ലോർ, ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വേണം ഇതെടുക്കാൻ. ഇതുപോലെ നന്നായി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം എണ്ണയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കുന്നുണ്ട്, കാരണം ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക, കാരണം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മുടെ സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇത് അധികം കുക്കാകാനൊന്നുമില്ല, കാരണം നമ്മളിത് വേവിച്ചതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ നല്ല ബ്രൗൺ കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ്. ഇതെല്ലാം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് സോയ 65 റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സോയ 65. ഇത് നല്ല സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു വെജ് സ്റ്റാർട്ടറാണിത്. നല്ല ചൂടോടെ കഴിക്കണം, തണുത്താൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അതുപോലെ ഫീഡ്ബാക്ക് തരിക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.